പ്രസ് മീറ്റിന് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർക്കുന്നു. എനിക്കൊരു ബാലതാരമായി വരാനുള്ള ആഗ്രഹമായിരുന്നു. അത് ഇത്രയും സമയമെടുത്തു. ആ യാത്ര വലുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വലുതായിരുന്നു, ഒരുപാട് വലുതായിരുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അല്ല, എനിക്ക് തോന്നുന്നു താങ്കൾ നല്ലൊരു ഡാൻസറാണ്, കലാമണ്ഡലത്തിൻ്റെ ഒരു പ്രതിഭയാണ്, നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തു, നിരവധി അവാർഡുകൾ വാങ്ങിയ പിന്നെ സിനിമയിലേക്ക് എത്താൻ ഒരു വൈകാനുള്ള കാരണം പിന്നെ ചിന്തിച്ചോ? സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ലൈഫിനെ വെച്ചിട്ട് ഞാൻ കൃത്യമായ സമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നതാണ്. കുറച്ച് വർഷം മുൻപായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്താണ് നടക്കാത്തത്. ബിക്കോസ് എനിക്ക് ഡാൻസ് ഞാൻ 4 വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ്. 4 വയസ്സിൽ പഠിക്കുമ്പം ഞാൻ ഡാൻസും അതേപോലെ ടി വിയിലൊക്കെ കാണുമ്പോൾ റിയാലിറ്റി ഷോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കണം അങ്ങനെ ഉണ്ടായിരുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വരണം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതെങ്ങനെ വരണം എന്താണെന്നറിയില്ല, വീട്ടിലാർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും ടി വിയിൽ കാണണം. എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബോക്സിൽ ഞാൻ ടി വി ഒക്കെ ആക്കിയിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊക്കെ, അതെ, എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടി വിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ലേറ്റർ കുറേ വർഷം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് തേടി എത്താൻ തുടങ്ങി. നർത്തകിയാണെന്നൊക്കെ അറിഞ്ഞ് വരാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നടക്കാണ്ട് പോയി. അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് വൺ ഓഫ് ദ ടോപ്പ് ആക്ടർ ഇൻ ഇന്ത്യ, പുള്ളിയുടെ ഫീമെയിൽ ലീഡായിട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ നെയിം പേര് ഞാൻ പറയണില്ല. ഹീസ് എ വെരി വെരി ടോപ്പ് ആക്ടർ. മലയാളത്തിലാണോ തമിഴില്? എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പർച്യൂണിറ്റി. തമിഴും തെലുങ്കും വന്നിട്ടുണ്ട്, കുറെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് നടക്കാത്ത, സംഭവിക്കാത്തത് നന്നായി. അതെ അതെ, അത് ഒരുപാട് പ്രാവശ്യം പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് മൊമെന്റിൽ പടം സ്റ്റോപ്പായി പോയി. അത് എന്റെ കാരണം കൊണ്ടല്ല, വേറെ പല കാരണങ്ങളും കൊണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് പ്രോജക്റ്റ് കുറച്ച് ഡിലേ ആയി, നടന്നില്ല. അങ്ങനെ പല പല കാരണം നീണ്ടു പോയി. ഇപ്പം എനിക്ക് 20-ൽ കൂടുതൽ വർഷമായി. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ഇല്ല. ഇപ്പൊ ഇനി സങ്കടമുള്ള, ഇനി അന്ന് വിളിച്ച നായകന്റെ കൂടെ അഭിനയിക്കാൻ ഇനി ഡേറ്റ് ചോദിച്ചു വരും. അതാണ് ഈ സിനിമ. അതെ അതെ അതെ, ആ രീതിക്ക് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഏതൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്, സൈൻ ചെയ്യാൻ പോയപ്പോൾ നടന്നിട്ടില്ല, അവരെല്ലാം ഇവിടെ കേരളത്തിൽ വന്ന് ഡേറ്റിന് വേണ്ടി നിൽക്കുന്ന നിലയിലേക്ക് ഈ സിനിമയിൽ നായിക എത്തിയിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. അന്ന് ഒത്തിരി വിഷമിച്ചു അല്ലേ? പേരൻസ് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടോ? പേരൻസ് ആക്ച്വലി വിഷമിക്കുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിഷമത്തിനേക്കാളും എനിക്ക് അവരെൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്കിങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട്, പോകണം, കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞ് കൂടെ അത്രയും വന്നിട്ട് നടക്കാണ്ട് അവർ ഡിസപ്പോയിന്റ് ആണ് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ എന്നെ എഫക്ട് ചെയ്തത് അതായിരുന്നു. തോന്നിയോ പിന്നീട് ഇനി അങ്ങോട്ട് പരിശ്രമിക്കണ്ട? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഗിവപ്പ് ചെയ്യില്ല. ഐ തിങ്ക് ആ മെൻറ്റാലിറ്റി ആണ് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഗിവപ്പ് ചെയ്തില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് ദേഷ്യം വന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സിനിമ കാണാണ്ടായി, ഞാൻ റിയാലിറ്റി ഷോസ് കാണാണ്ടായി, ഒന്നും കാണണ്ട ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര ട്രൈ ചെയ്തു, കയ്യിൽ വന്നിട്ട് പോവല്ലേ. അപ്പോൾ പിന്നെ എനിക്കത് കാണണ്ട. പക്ഷെ എനിക്ക് എവിടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, വൺ ഡേ ഐ വിൽ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ആക്ച്വലി തിരിച്ച് കുറേ 2-3 വർഷം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയിട്ട് പടമൊക്കെ കാണും. പടം ഇഷ്ടമാണല്ലോ, കാണും. പക്ഷെ എനിക്കിങ്ങനെ നമ്മൾ ഇത്ര ട്രൈ ചെയ്തല്ലോ എന്നിട്ട് കിട്ടിയില്ലല്ലോ, ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.